എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ള കുറച്ച് ടോപ്സും അതുപോലെ തന്നെ പ്രിൻ്റഡ് വരുന്ന പാൻസും കാണിക്കാനാണ്. ഇത് കോട്ടനാണ്, 100% കോട്ടനാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ഡെലിവറിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞവർക്കുമൊക്കെ കോട്ടൻ്റെ ഡ്രസ്സ് കൊണ്ടുവരാവോ, അതുപോലെ ഡബിൾ എക്സൽ കൊണ്ടുവരാവോ. ഡബിൾ എക്സലാണ് കൂടുതൽ എൻക്വയറി വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഡബിൾ എക്സൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. കാരണം നമ്മളിങ്ങനെ ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്ന ഫോട്ടോ കാണിക്കുമ്പോൾ അവർക്ക് നിവർത്തിയിട്ട് കാണിക്കാമോ എന്ന് ചോദിക്കേ. അപ്പോൾ നിവർത്തിയിട്ട് ഓരോന്നായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ജോലിയാണ്. കാരണം ഇതെല്ലാം തിരിച്ച് ഇതുപോലെ മടക്കി വെക്കണ കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചാൽ മതിയല്ലോ എന്ന്. പിന്നെ എല്ലാം നിവർത്തി കാണിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കുന്ന കാര്യമില്ല. നിവർത്തി ഇടാൻ എളുപ്പമാണ്, തിരിച്ച് മടക്കി വയ്ക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇതെല്ലാം ഡബിൾ എക്സലാണ്, 100% കോട്ടനായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എക്സലിൻ്റെ നല്ല കുറേ കളേഴ്സാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അത് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരിക. പിന്നെ ഒരു കാര്യമുണ്ട്, കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം. എങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വേറെയുള്ള കളറും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് 100% കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇടാനും നല്ല കംഫർട്ടായിട്ടിരിക്കും, നല്ല പിടിക്കാനും ഒക്കെ നല്ല തുണി സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ ഞാൻ കാണിച്ചു തരാം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പാൻറ്റും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഡബിൾ എക്സൽ സൈസാണ്. ഓരോന്നിലും പല ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ 89ൻ്റെ പാൻറ്റ് കുറേ പുതിയ കളറ് കുറേ കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മൂവിങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ അത് എല്ലാം നമുക്ക് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് അയക്കും. അപ്പോൾ കളറും കാര്യങ്ങളും ഒക്കെ കാണിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കാണിക്കാം, ഓക്കെ വീഡിയോ ചെയ്യാമെന്ന് പറയുമ്പോൾ അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ കുറേയൊക്കെ കളറ് അപ്പോഴത്തന്നെ അങ്ങ് സോൾഡ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടായിട്ട് നമുക്ക് എല്ലാ കളറും വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത ഒരവസ്ഥയാണ്. കാരണം അത് നമ്മൾ ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ തന്നെ ഞാനത് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. കയ്യോടെ പാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരാളും ഫോട്ടോ ചോദിക്കുമ്പോൾ കൊടുക്കുമ്പം അതേ സെയിം സാധനം തന്നെയാണ് അവർക്കും വേണ്ടത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ആകെ ബുദ്ധിമുട്ടാവും. കാരണം ഒരേപോലുള്ള ചില പീസുകൾ റെയർ ആയിട്ടൊക്കെ വരത്തുള്ളൂ. ചിലപ്പം ഒരേ ഡിസൈനിലുള്ളത് 2-3 വെക്കാം, ഒരു പാക്കറ്റിൽ ഒരെണ്ണം. പിന്നെ ഏതെങ്കിലും നമ്മളൊരു 10 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 2 പാക്കറ്റിലൊക്കെ ചിലപ്പം ഒരേപോലത്തെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ സാധനം തരാമെന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ സാധനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ആ നിമിഷം തന്നെ നിങ്ങളുടെ സാധനം ഞാൻ അപ്പോഴേ പാക്ക് ചെയ്ത് അഡ്രസ്സ് എഴുതി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളും അതിന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോവും. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് മടക്കി വയ്ക്കുകയാണ്.
അടുത്തതായിട്ട് ഇതാ ഡബിൾ എക്സലിൻ്റെ പാൻറ്റാണ് കേട്ടോ. ഇതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. നമ്മൾ 89 രൂപയുടെ പാൻറ്റായിരുന്നു നമ്മൾ സെറീന മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ 150 രൂപയുടെ പാൻറ്റ് ഡെൽറ്റ പാൻറ്റാണ്. അപ്പോൾ ഇത് കോട്ടൺ ആണ്. എന്താണ് നമ്മൾ 100% കോട്ടൺ തന്നെയാണ് ഇതും. അപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ഡബിൾ എക്സൽ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റും. ഇത് ഡബിൾ എക്സൽ കോട്ടൺ തന്നെയാണ്. അപ്പോൾ വലിയ ചൂടൊന്നും എടുക്കുന്ന സാധനമൊന്നും അല്ല കേട്ടോ. കുറേ പേർക്കും ഡൗട്ടാണ് പോളിസ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോളിസ്റ്റർ അല്ല, കോട്ടൺ തന്നെയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൻ്റെയും ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല. നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയത്തിൻ്റെ ഇത് വെച്ചിട്ടും മാത്രമല്ല മടക്കാനുള്ള ഒരു മടിയും ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഡബിൾ എക്സലിൻ്റെ പാൻറ്റും കുറേയൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറേ പേര് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങ് സോൾഡ് ഔട്ട് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡബിൾ എക്സലിൽ വരുന്ന ഷെയ്ഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് താല്പര്യമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പിന്നെ ഫോട്ടോ കാണിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫോട്ടോ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന ഫോട്ടോ മാത്രമേ കാണിച്ചു തരത്തുള്ളൂ. പിന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓരോന്നായിട്ട് എടുത്ത് നിവർത്തിയിട്ട് ഫോട്ടോ കാണിക്കാൻ എനിക്ക് എന്താണ് തിരിച്ച് മടക്കി വെക്കുന്നതിൻ്റെ ഒരു മടിയാണെന്ന് തന്നെ കൂട്ടിക്കോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി ഫോട്ടോ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ വീഡിയോയിലും നമ്മൾ നിവർത്തിയിട്ടുള്ള ഫോട്ടോ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ ഫോട്ടോ ഓരോന്നായിട്ട് എടുത്തു തരുമെന്ന് ചോദിച്ചാൽ ഓരോ സാധനങ്ങളായിട്ട് നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും നിവർത്തിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് മടക്കി വെക്കാനുള്ള പാട് കരുതി അത് കുറച്ച് സമയം എടുത്തുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഓരോരുത്തരും മെസ്സേജ് നോക്കി അവർ പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ഇതും കൂടെ നടക്കുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡബിൾ എക്സൽ കാണിച്ചു കഴിഞ്ഞു. ഇനി എക്സലിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ എല്ലിൻ്റെ പാൻറ്റും എക്സലിൻ്റെ ടീഷർട്ടും ഒക്കെയാണ് ബാക്കിയുള്ളത്. ഇതിപ്പോൾ ഈ കാണുന്നത് എക്സലിൻ്റെ ടീഷർട്ടാണ്. എക്സലിൻ്റെ ടീഷർട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നിവർത്തിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ അത് നിവർത്തിയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് കിട്ടിയത് കൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഇതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ ഇതിൻ്റെ വണ്ണം എത്രത്തോളം ഉണ്ട്, ഇറക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് തിരിച്ച് പറക്കി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എല്ലിൻ്റെ പാൻറ്റ് വന്നിട്ടുണ്ട്. എല്ലിൻ്റെ പാൻറ്റും കൂടെ നമുക്കൊന്ന് കാണാം. എല്ലിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ എക്സലിൻ്റെ ഇതുപോലുള്ള എന്താണ് പ്രിൻറ്റുകൾ വരുന്ന പാൻറ്റ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ പ്രിൻ്റ് വരുന്ന ഡബിൾ എക്സലിൻ്റെ പാൻറ്റ് ഷർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് എക്സലിൻ്റെയും എല്ലിൻ്റെയും പാൻറ്റ് ഷർട്ട് കൂടെ കാണാം. ഇതിപ്പോൾ വരുന്നത് എക്സലിൻ്റെ പാൻറ്റാണ്. എക്സൽ ഇത്രയും വണ്ണം ഉണ്ടാവും. ഇതും കോട്ടൺ തന്നെയാണ്. എക്സലിൻ്റെ പാൻറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയക്കാം. കൂടുതൽ പേരും അങ്ങനെയാണ് അയക്കുന്നത്. ഇതും ഞാനിപ്പോൾ എല്ലാം വലിച്ചു വാരി പൊട്ടിച്ചിടുന്നില്ല. ഒരെണ്ണം മാത്രമേ വണ്ണം എത്ര ഉണ്ട് ഇറക്കം എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എക്സലിൻ്റെ പാൻറ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ മോഡലിലെ പാൻറ്റ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഇതുപോലുള്ള ടൈപ്പിലെ പാൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. എലിഫൻറ്റ് പാൻറ്റും അതുപോലെ തന്നെ നമ്മൾ സെറീന പാൻറ്റും, അതായത് 89 രൂപയുടെ പാൻറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. ഈ മോഡലിലെ പാൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് വന്നിട്ട് എക്സലിൻ്റെ പാൻറ്റാണ്. ഇനി നമുക്ക് എല്ലിൻ്റെ പാൻറ്റ് കാണാം. അപ്പോൾ ഇനി ഞാൻ എല്ലാം നിവർത്തി ഇടണ്ടെന്നുള്ളൊരു മനസ്സ് വെച്ചിട്ട് ഇതാ വീണ്ടും മടക്കി വെക്കുകയാണ്. നമ്മൾ മടക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ആ കടയിൽ മടക്കുന്ന അതേപോലെ ആവത്തില്ല. അവർ മടക്കുമ്പോഴത്തേക്ക് ആ വടി പോലെ തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ മടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. ഇനി എൽ സൈസിലുള്ള പാൻറ്റാണ്. എൽ സൈസിലുള്ള പാൻറ്റ് നമ്മൾ ഇതുപോലുള്ള പ്രിൻ്റ് ഉള്ളത് ഇതുവരെയും കാണിച്ചിട്ടില്ലായിരുന്നു. അതും നമ്മൾ എലിഫൻറ്റ് പാൻറ്റും അതുപോലെ ഡെൽറ്റ പാൻറ്റും 89 രൂപയുടെ പാൻറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. ഇത് നമ്മൾ ഇതുവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് എൽ സൈസാണ്, ലാർജ് സൈസാണ്. ഇതിൻ്റെ വണ്ണം ഇത്രയുണ്ട്. അതുപോലെ തന്നെ ഇറക്കവും ഇത്രത്തോളം ഉള്ളതാണ്. ഇതിൻ്റെ എല്ലാ കളറും ഞാൻ നിവർത്തി ഇടുന്നില്ല. അപ്പോൾ ഇത് ഈ പീസിൽ തുണിയിൽ പിടിച്ചു നോക്കിയപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയതാണ്.
അതിനകത്ത് വേറെ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാകുന്ന നോക്കിയതാണ്. അപ്പോൾ കോട്ടൺ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ നിവർത്തി ഇടുന്നില്ല. അതാ ഇങ്ങനെ കുറേശ്ശെ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ് എനിക്കും തോന്നുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം എൽ സൈസാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതും എൽ സൈസാണ്. പിന്നെ നമ്മൾ കാണിച്ച പോലത്തെ പ്രിൻ്റ് വരുന്ന ടീഷർട്ട് ഉണ്ടല്ലോ, അത് XXL സൈസിലും അതുപോലെ തന്നെ XL സൈസിലും മാത്രമേ വന്നിട്ടുള്ളൂ. എൽ സൈസിലുള്ളത് നമ്മൾ ഇതുപോലുള്ള പുള്ളിയും പൂവൊന്നും ഉള്ളതല്ല. ഫ്രണ്ടിൽ മാത്രം എന്തെങ്കിലും പ്രിൻ്റ് വരുന്നതാണ്. അത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അത് മാത്രമേ എൽ മോഡലിൽ എൽ സൈസിൽ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ മെസ്സേജ് അയച്ച് നിങ്ങളെ സമയം പാഴിക്കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം റേറ്റ് കണ്ടിട്ട് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറേ പേര് വില പേശും വന്നിട്ട് 10 എണ്ണം എടുത്താൽ കുറച്ച് തരുമോ, റീസെല് ചെയ്യാൻ വേണ്ടി കുറച്ച് തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ദയവായിട്ട് നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഞാനും ഇത് വാങ്ങി റീസെല് ചെയ്യുന്നതാണ്, ഷോപ്പൊന്നും ഉള്ള ആളല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ എനിക്കും അതിൽ അത്രയും വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഞാനിത് 10 പീസ് എടുത്താലും 20 പീസ് എടുത്താലും എനിക്ക് പീസ് റേറ്റിനാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 പീസ് എടുത്താലും 100 പീസ് എടുത്താലും എനിക്ക് അങ്ങനെ റേറ്റ് കുറച്ച് തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ 10 പീസ് എടുത്താലും 1 പീസ് എടുത്താലും എല്ലാം റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് ഇട്ട് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം എൽ സൈസാണ്. ഞാൻ തിരിച്ച് മടക്കി വയ്ക്കുകയാണ്. XXLൻ്റെ പ്രിൻ്റഡ് വരുന്ന വർക്ക് വരുന്ന XXLൻ്റെ പാൻറ്റ് കണ്ടു, ഉടുപ്പ് കണ്ടു, അതുപോലെ തന്നെ XLൻ്റെ പാൻറ്റ് കണ്ടു, ഉടുപ്പ് കണ്ടു. ഇപ്പം എൽ സൈസിലുള്ള പാൻറ്റും ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് സാധനങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്, വേണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുക. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ ബൈ.